ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈവനിങ് റൂട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും ഏകദേശം ഈവനിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈവനിങ് റൂട്ടീൻ കണ്ടാലോ. ഒരു ഈവനിങ് 4 മണിയാകുമ്പോൾ കേട്ടോ ഞാനും ചേട്ടനൊക്കെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ പരിപാടി. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ജോലി ചെയ്യണം, കാരണം ചേട്ടൻ ഈ നേരത്തൊക്കെയാണ് കേട്ടോ വരിക. വീട്ടിൽ നിന്നിട്ടാണ് ചേട്ടൻ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഈ നേരത്തൊക്കെയാണ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ ഫ്രീ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടും ഞാനും ആ ടൈമിൽ അങ്ങനെ കഴിക്കും ചേട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇതാ ഞാനങ്ങനെ പാത്രം കഴുകി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഫോൺ റിങ്ങണത് കേട്ടോ. അപ്പോൾ ഞാൻ ഓടി പോയിട്ട് എടുക്കാൻ പോവാണ്. വേറെ ആരില്ല, അമ്മയായിരുന്നു കേട്ടോ. അമ്മ ബാംഗ്ലൂർ ചേച്ചിയുടെ നിൽക്കുന്നത്. അപ്പോൾ അത് അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ ബാക്കി പണിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 4 മണിക്ക് ചോറിന് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് തൊട്ടടുപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ കാപ്പിയും കുടിക്കും. അപ്പോൾ ഞാൻ അതിനുള്ള കാപ്പിക്കുള്ള പാലിതാ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രൂവിൻ്റെ കോഫിയാണ് കേട്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ബ്രൂവിൻ്റെ പാക്കറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ കോഫി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്താ അമ്മയോട് സംസാരിച്ചുകൊണ്ട് കാപ്പിക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തത് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ണിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങോട്ട് പുറത്ത് പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചേട്ടനും മോളും ഭയങ്കര കളിയാണ് കേട്ടോ, ഭയങ്കര അച്ഛനും മോളും ഭയങ്കര കളിയിലാണ് അവിടെ. അപ്പോൾ ഞാൻ ആ നേരത്തതാ അവിടെ പാല് ഞാൻ ചെറിയ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മുറ്റത്ത് നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അടിച്ചു വരാൻ പോവാണ്. അപ്പോൾ അപ്പോഴും അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും വിളിക്കാൻ പറ്റില്ല, ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് അമ്മ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ സംസാരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുപ്പത്തെ ടൈമിൽ പാലുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ചെറുതിൽ വെച്ച കാരണം പേടിക്കാനില്ല. അങ്ങനെ അവിടെ അടിച്ച് വാരിയിട്ട് ഈ ടൈലിട്ട കാരണം നമുക്ക് വലിയ ഇഷ്യൂല് ഇങ്ങനത്തെ സാധാരണ ചൂലുകൊണ്ടാണ് കേട്ടോ, പുല്ല് ചൂലുകൊണ്ടാണ് അടിച്ച് വാരുക. അങ്ങനെ ആ നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഫോണൊക്കെ കട്ട് ചെയ്തു. ആ നേരത്ത് തിരിച്ച് പോയി നോക്കിയപ്പോൾ പാൽ ഏതാണ്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ബ്രൂവിൻ്റെ കോഫി പൗഡർ കൊണ്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എനിക്ക് നല്ല രീതിയിൽ കടുപ്പം വേണം കേട്ടോ, അത്യാവശ്യം കടുപ്പത്തിൽ ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കും. പിന്നെ ചേട്ടൻ അങ്ങനെ പഞ്ചസാര ഉപയോഗിക്കില്ല കേട്ടോ കാപ്പിയിൽ. അപ്പോൾ എനിക്കുള്ളത് മാത്രമാണ് പഞ്ചസാര വേണ്ടു. അപ്പോൾ ഞാൻ തന്നെ കാപ്പിപ്പൊടി ഞാൻ വേണ്ടുവോളം വാരിക്കോരിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ ദ്രുക്കുട്ടിയുടെ പാലുകുപ്പിയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ വലിയ കപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഞാൻ കുറച്ച് അധികം കാപ്പി കുടിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ബാക്കി ചെറിയ ചില്ലി ഗ്ലാസ്സിലുള്ളത് ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് വിത്തൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മധുരമൊന്നും ഇടില്ല. പിന്നെ എനിക്കുള്ള കപ്പിൽ ഞാൻ പിന്നെ മധുരം ഇട്ടു. അപ്പോൾ ആ ടേബിളിൽ കാണുന്നത് നമുക്ക് അന്ന് നമ്മൾ വൈമോളിൽ പോയപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ അതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളതിൽ ഓണത്തിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ ആയിട്ടുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഓരോ സ്നാക്സ് ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട്. അതപ്പോൾ കുറച്ച് കായ് വറുത്തൊക്കെ ബാക്കിയുണ്ട് ഓണത്തിൻ്റെ. അപ്പോൾ അത് കാപ്പിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചേട്ടനെ വിളിക്കാൻ പോകുമ്പോൾ ഇവിടെ അച്ഛനും മോളും ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്ത് വരുമ്പോൾ ചേട്ടൻ കുറച്ച് നേരമൊക്കെ അവളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടന് വേഗം ജോലിക്ക് കയറേണ്ടതുണ്ട്. അപ്പോഴേക്കും ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാപ്പി കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ചേട്ടൻ നേരെ ജോലിക്ക് കയറുകയാണ് ചെയ്യുക. അപ്പോൾ ദ്രുക്കുട്ടി ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ അച്ഛൻ വന്നാൽ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചേട്ടൻ വിയറ്റ്നാമിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ഡ്രൈഡ് മാംഗോ ആണ് കേട്ടോ. മാംഗോ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് വെച്ചൊരു സംഭവമാണ്. ഭയങ്കര സ്വീറ്റ്നെസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം സംശയിച്ചിട്ടാണ് കഴിച്ചു നോക്കിയത്. എനിക്ക് ഇങ്ങനത്തെ സാധനം താല്പര്യമില്ല, പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്രൂട്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ദ്രുക്കുട്ടിക്ക് ഒരു 5 മണിക്കാകുമ്പോൾ ഞാൻ അവൾക്ക് ഈ റാഗിയുടെ ഒരു കുറുക്ക് കൊടുക്കും. കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ ഞാൻ, എന്നാലും എന്തായാലുമൊക്കെ വയറ്റി ചെല്ലട്ടെ വെച്ചിട്ട് ആ സമയത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ റാഗിയുടെ പൊടി അത് വെച്ചിട്ട് റാഗി കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. പനക്കൽക്കണ്ടാണ് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കുക. അങ്ങനെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ നേരെ അവൾക്കത് കൊടുക്കുക. അപ്പോഴേക്കും ചേട്ടൻ പോയിട്ടാണ്, ചേട്ടൻ ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ അവൾക്കത് ഫുഡ് കൊടുത്തു. കുറച്ചൊക്കെ തിന്നുള്ളൂ, ഭയങ്കര മടിയാണ്. അപ്പോൾ അതിന് ശേഷം അവളെ ഞാൻ ഇപ്പോഴല്ല കേട്ടോ മേലഴിപ്പിക്കുക, ഒരു രാത്രിക്കാണ് മേലഴിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ അവളുടെ മേത്താകെ കുറുക്കും കാര്യങ്ങളൊക്കെ പോയ കാരണം ഞാൻ അവളൊന്ന് ചെറുതായിട്ടൊന്ന്
മേലൊന്ന് കഴുകിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ചുമ്മാ ഈവനിങ് ആകുമ്പോൾ നടക്കാനിറങ്ങും. അപ്പോൾ അവളെ മേത്തൊക്കെ ചൂർക്കായി കാരണം ഞാനൊന്ന് ചുമ്മാ മേലേക്കുന്നത് മാത്രം. ശരിക്കുള്ള മേലഴുകൽ ഒരു 8 മണി 9 മണി 8-8:30 ആകും കേട്ടോ. അങ്ങനത്തെ മേലെ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര കുസ്തിപ്പെടുത്താണ് കേട്ടോ. ഒന്നിനും സമ്മതിക്കില്ല. വലുതാവും തോറും വാശികളും ബുദ്ധിമുട്ടുകളും കൂടി വരികയാണ്. അങ്ങനത്തെ ഒരു വിധത്തിൽ ടാറ്റ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ണാടി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിച്ചോളും. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്ത ശേഷം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് അരിമണി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഞാൻ പറഞ്ഞില്ല, അമ്മ ഉണ്ടായിരുന്നില്ല സമയത്ത്. അപ്പം ഞാനും ധ്രുക്കുട്ടിയും കൂടിയിട്ട് ഇതാ കോഴിക്ക് അരിമണി വെതറെടുക്കാൻ കേട്ടോ ആ സമയത്ത്. അപ്പോൾ ധ്രുക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ കോഴിയുടെ സൗണ്ടൊക്കെ അനുകരിക്കും. കോഴീനെ ബബ്ബ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നമുക്കൊരു ഈവനിങ് വാക്കിനാണ് പോകേണ്ടത്. അപ്പോൾ അത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒരു 5 മണി 5:30 കഴിയും. 5:30 5:45 ആകുമ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ പുറത്ത് കറങ്ങി അടിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഹായ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ കോഴിക്കൊക്കെ തീറ്റ കൊടുത്ത ശേഷം നമ്മൾ പുറത്തേക്ക് ധ്രുക്കുട്ടിനെ കൊണ്ടൊന്ന് കറങ്ങാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ അതിനുശേഷം ഡയറക്റ്റ് ഒരു 6:30 ആയപ്പോൾ ധ്രുക്കുട്ടി ഒന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. ഒരു മണിക്കൂർ വരെ അവൾക്ക് ഒന്ന് ഉറങ്ങും. പിന്നെ അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ.